ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒത്തിരി നാൾ കൂടി വീണ്ടും കോഴിക്കോട് വരെ ഒന്ന് വരേണ്ട വന്നായിരുന്നേ. പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണം, ഒരാവശ്യത്തിന് വന്നതാണ്. അപ്പം ബീച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ ഓർത്തു ഒരു ഓട്ടോയുമായി നേരെ ബീച്ചിലോട്ട് വന്നു. അവിടുന്ന് നേരെ നടന്ന് ബീച്ചിലോട്ട് വന്നു. അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, നീന്തൽ അനുമതിയുള്ള ബോർഡുണ്ട്. അപ്പോൾ ഡേഞ്ചറസ് സിറ്റുവേഷൻ സ്ഥലമായിരിക്കും. അവിടെ ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയിട്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കടലും തിരമാലകളും ഫൈബർ ബോട്ടുകളും എല്ലാം ഇങ്ങനെ കണ്ടു. നല്ല ഭംഗിയാണല്ലോ ഈ കടൽ കാണാൻ, മനസ്സിന് വലിയൊരു കുളിർമയാണേ. അവിടെ നേരെ ചെന്നപ്പോൾ കുറച്ച് ഇങ്ങനെ പഞ്ഞിമുട്ട വിൽക്കുന്ന കട കണ്ടേ. അവിടെ നിന്നൊരു പട്ടി ഇറങ്ങി വന്നു. പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോയി. അപ്പം ആ പയ്യൻ ഇങ്ങനെ പഞ്ഞിമുട്ട ആളൊന്നും കച്ചവടം തിരക്കൊന്നും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഉച്ച സമയം ആവുന്നേ ഉള്ളൂ. അപ്പം മഴ മൂടലുണ്ട്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമാണ് ശരിക്കും ഇവിടെ തിരക്കാവുന്ന സമയം. അപ്പോൾ ഒരു പ്രാവ് അവിടെ നിൽക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് കുറേ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ മണലിൽ പലതും വാരി ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാറുവിനെ എനിക്ക് ഓർമ്മ വന്നു. അവളുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായേനെ. പെട്ടെന്ന് ആവശ്യം വരുന്നത് കൊണ്ട് കൊച്ചിനെ നിന്ന് കൊണ്ടുവന്നില്ല. തിരിച്ച് വൈകുന്നേരം തന്നെ ബസ്സിൽ കയറി പോകേണ്ടതാണ്. അങ്ങനെ അവിടുന്ന് കുറച്ചൊക്കെ നടന്ന് കളിച്ചു. ഇങ്ങനെ നോക്കാത്ത ദൂരത്തെ കടലൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പം നമുക്കിങ്ങനെ എന്ത് മാനസിക ബുദ്ധിമുട്ടും സംഘർഷങ്ങളും എന്തുണ്ടപ്പോഴും ഇങ്ങനെ യാത്രകളും ഈ കടലുകളും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു മനസ്സിന് നല്ല കുളിർമയാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ കുറച്ച് നടന്ന് കളിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ മഴത്തുള്ളിൽ തുടങ്ങുന്നതുകൊണ്ട് ഒരു തട്ടുകട കണ്ടേ. തട്ടുകടല്ല, ഒരു ഇങ്ങനെ ഉപ്പിലിട്ടിരിക്കുന്ന ഒരു കട, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സുകളെ. അപ്പം ആ ഫ്രൂട്ട്സിൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നെല്ലിക്ക, പിന്നെ ക്യാരറ്റ്, നമുക്കറിയുന്നതായിട്ടുള്ളത് ഒത്തിരി, അറിയാത്തതും ഒത്തിരി ഉണ്ട്. അവിടുന്ന് എൻ്റെ അനിയനുണ്ടായിരുന്നു. അവിടെ അനിയനെ വിളിച്ചു വരുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജ്യൂസ് അവിടുന്ന് ഓർഡർ ചെയ്തു. ഒരു പ്രത്യേക ഒരു ടൂട്ടി ഫ്രൂട്ടിയും ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട്, കസ്കസും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഈ വെയിലൊക്കെ കൂടുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് സ്ഥിതിക്കൊന്ന് വാങ്ങിച്ചേക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിച്ചു. നേരെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് നടന്നു. അപ്പോൾ കുറേ പട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് മണലിൽ. അപ്പോൾ വെയിലില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുന്നത്. അല്ലേ വെയിലാണെങ്കിലെല്ലാം വിട്ടു പോയേനെ. അപ്പോൾ അത് കഴിഞ്ഞ് ആളൊഴിഞ്ഞൊരു സ്ഥലം പോലെ എന്തോ ഒരു മുഖം വഹിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കാൻ ഓർത്തു. അവിടെ നിന്ന് അണ്ണനെ കൊണ്ട് കുറച്ച് വീഡിയോ ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഒരു 10-30 വർഷം കോഴിക്കോട് ജീവിച്ചതാണേലും ഇപ്പോൾ പാലയിലോട്ട് തിരിച്ച് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഭക്ഷണം ടേസ്റ്റും. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ അലുവയൊക്കെ കണ്ടു. അലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്നൊരു പൊതി അലുവ വാങ്ങിച്ചു. അപ്പോൾ നേരെ അവിടുത്തെ എണ്ണക്കടികൾ ഇഷ്ടംപോലെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു. നേരെ ബസ്സിലോട്ട് തിരിച്ച് പാല പുൽകുന്ന ബസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. കാരണം ഇനി നമുക്ക് ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബസ് ഒരുപാട് താമസിച്ചാണേ. അതുകൊണ്ട് നേരെ ബസ്സിൽ കയറി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പം തിരിച്ച് ഇങ്ങനെ പുറകിലെ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങുമ്പോൾ വീണ്ടും കോഴിക്കോട് വിട്ടു പോകുന്നതിൻ്റെ ഭയങ്കരമായൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ കൊച്ചിൻ്റെ വൈഫും അവിടെ വീട്ടിലുണ്ട്. പിന്നെ ലുലുവിൻ്റെ പാർക്കിങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് ലുലു മാൾ അവിടെ നല്ല രീതിയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട്. കേരളത്തിലും പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമായി പടർന്നിരിക്കുന്ന ലുലു മാൾ ഭയങ്കര സംഭവമാണ് കാണാൻ. നമുക്കൊരു നാൾ ലുലു മാളിനെ വീഡിയോ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ ഇരുട്ടുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.